എല്ലാവർക്കും നമസ്കാരം. ഈ വട എങ്ങനെയുണ്ട്? നല്ല ഉഴുന്നോട പോലെയില്ലേ? ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. എന്നാൽ അത് ഉഴുന്നോട അല്ല കേട്ടോ, ഇത് റവ കൊണ്ട് ഉണ്ടാക്കിയ വടയാണ്. കണ്ടാൽ നല്ല ഉഴുന്നോട പോലെ ഉണ്ട്. ടേസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഉഴുന്നോട ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് കുതിരാനിടണം, അരയ്ക്കണം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഇതാകുമ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വടയാണ്. റവ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് റവ. ഇത് വറുക്കാത്ത റവയാണ്. ഇതിലേക്ക് ഒരേ ഒരു സബോള, ചെറിയ സബോളയാണ്, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, കറിവേപ്പില. മല്ലിയില നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരേ ഒരു ടീസ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ട തൈര്. 1.5 ഗ്ലാസ് റവയാണ് എടുത്തേക്കുന്നത്. അതിന് ഏകദേശം ഇങ്ങനെ 1 ഗ്ലാസ് തൈര് വേണ്ടി വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം, മിക്സ് ആക്കാം. വെള്ളം നോക്കിയിട്ട് ഒഴിക്കണം, ഒരുപാട് വെള്ളം കൂടാൻ പാടില്ല. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ ഉപ്പ് നോക്കുക. നല്ല മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം പോലെ ഉണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് കുതിർന്നു. നമ്മൾ വറുത്ത റവ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ കുതിരാനായിട്ട് കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരുന്നുള്ളൂ. ടേസ്റ്റൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ അതാ നല്ല നമ്മുടെ മാവ് നല്ല വടയുടെ മാവ് പോലെ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയുടെ മേലെ നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഒന്നും കൂടെ കുഴയ്ക്കാം. ഈ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടനെ തന്നെ വട ഉണ്ടാക്കണം. വട നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഡ ചേർക്കുന്നത്. ഈ കൈയൊന്ന് കഴുകിയിട്ട് വരാം. ഇനി നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ ചെയ്യണ പോലെ തന്നെ 2 കൈയിൽ നന്നായിട്ടൊന്ന് വെള്ളം തടവുക. ഇതിന്ന് കുറച്ച് എടുക്കുക. നമ്മളൊരു എത്ര സൈസ് വേണോ എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള സൈസിൽ എടുക്കാം. നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് സെൻറ്ററിൽ ഒരു ഓട്ട ഉണ്ടാക്കാം. നമ്മൾ സാധാരണ ഉഴുന്നുവടയ്ക്ക് ചിക്കനൊക്കെ ചെയ്യണ പോലെ. ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. എണ്ണ ചൂടായോ എന്ന് നമുക്കൊരു ചെറിയൊരു പീസ് ഇട്ട് നോക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ വട ഇടാം. തീ ഫുള്ളിലിട്ടാൽ പെട്ടെന്ന് മൊരിഞ്ഞു പോവും. നമ്മൾ ഒരു സൈഡ് മൊരിയണതിനനുസരിച്ച് പതുക്കാനും നമുക്കിത് മറിച്ചിടാം. ഈ ആദ്യം ഇട്ടതൊക്കെ ഇപ്പോൾ മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ മറിച്ചിടാം. ആദ്യം ഇട്ട വടയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് എടുക്കാം. കണ്ട ശരിക്കും നല്ല ഉഴുന്നോട പോലെ ഇല്ലേ? എണ്ണയൊന്നും കുടിക്കില്ല. കണ്ടാലറിയാലോ, എണ്ണയൊന്നും കുടിച്ചിട്ടില്ല വടയിൽ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ നന്ദി, നമസ്കാരം.